ഹലോ, വളരെ രുചിയേറിയതും ആരോഗ്യപരവുമായ ഒരു മുട്ടക്കറി എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം. ആദ്യമായി ഒരു പാൻ അടുപ്പിലേക്ക് വെക്കുക. ഞാനിവിടെ ഒരു മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത്. അതൊന്ന് ചെറിയ ചൂടാകുമ്പോഴത്തേനും 2-3 ടേബിൾ സ്പൂൺ ഓയിൽ ആഡ് ചെയ്യുക. അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി 2-3 അല്ലി വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും കൂടി അരിഞ്ഞത് ഇട്ടൊന്ന് അതിനെ ഒന്ന് ചൂടാക്കി എടുക്കുക. അതിനുശേഷം നമ്മളിവിടെ 3 സവാളയാണ് എടുത്തിരിക്കുന്നത്. 3 സവാള നീളത്തിന് അരിഞ്ഞത് ഇത് അതിനകത്തേക്ക് ആഡ് ചെയ്ത് ഒന്ന് വഴറ്റിയെടുക്കുക. കുറച്ച് ലേശം ഉപ്പ് കൂടി ആഡ് ചെയ്ത് ഒന്ന് വഴറ്റിയെടുക്കുക. നല്ല രീതിയിൽ ബ്രൗൺ കളറൊന്നും ആവേണ്ട ആവശ്യമില്ല. ഒരത്യാവശ്യം സവാള ഒന്ന് വാടി നമ്മുടെ ആ സവാളയുടെ ഒരു പച്ചപ്പ് ഒന്ന് മാറി വരണം. അത് മാറി വരുന്നതിന് വേണ്ടിയിട്ട് അതിനെ കുറച്ച് നേരം ഒന്ന് അടച്ചിടുക. ഇനി ഇത് വാടി വരുന്ന സമയത്ത് നമുക്ക് ഒരു തക്കാളി അരിഞ്ഞെടുക്കാം. ഇതിന് ശേഷം ഇതൊന്ന് വാടി നല്ല കറക്റ്റ് ബ്രൗൺ കളറൊന്നും ആവേണ്ട ആവശ്യമില്ല. അത് ഇപ്പോൾ കാണുന്നില്ലേ, ഈ ഒരു പരുവം ആയാൽ മതി. ഇനി അതിനകത്തേക്ക് നമ്മൾ ഒരു തക്കാളി അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതിനെ ഒന്ന് വഴറ്റിയെടുക്കാം. തക്കാളി ഒന്ന് വെന്ത് വരുന്ന ഒരു ഭാഗം, അത് വെന്ത് വരുമ്പോഴത്തേനും നമുക്ക് മസാല അതിനകത്തേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. മസാല എന്ന് പറയുമ്പോൾ നമുക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഉലുവപ്പൊടി, പിന്നെ ഗരം മസാല, ഇത്രയുമാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ മുളക് പൊടിയും 1/2 സ്പൂൺ മല്ലിപ്പൊടി, വളരെ ലേശം ഉലുവ, പിന്നെ ഒരു 1/2 സ്പൂൺ ഗരം മസാല, ഇത്രയുമാണ് ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നത്. പക്ഷെ ഞാനിവിടെ ഉലുവയും മല്ലിയും മുളകും ഈ 3 പൊടികളും കൂടി ഒത്തുപൊടിച്ചതാണ് ആഡ് ചെയ്യുന്നത്. അതായത് സാധാരണ നമ്മുടെ മീൻകറിക്കും മറ്റുമൊക്കെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് വളരെ നല്ലതാണ്. നമ്മൾ 3 കൂടി ഒത്തുപൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ, അതായത് 1 കിലോ മല്ലി, 1 കിലോ മുളക്, പിന്നെ ഒരു 50 ഗ്രാം ഉലുവ, ഇത് 3 കൂടി ഒത്തുപൊടിച്ച് വെക്കും. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്യാവുന്നതാണ്. അത് നമുക്ക് മീൻകറിയിലൊക്കെ ഇട്ടാൽ നമുക്ക് കുറച്ചും കൂടി സ്വാദ് കൂടുതൽ കിട്ടും. അതുപോലെ അതിൻ്റെ ഒരു കളറ് കൂടുതൽ കിട്ടും. എന്ന് വെച്ച് നമ്മുടെ മുളക് കൂടി പോവുകയോ അങ്ങനെയുള്ളൊരു കേസൊന്നുമില്ല. വളരെ നല്ലതായിരിക്കും. അതിനുശേഷം അതിൻ്റെ ഈ മസാലയുടെയൊക്കെ പച്ചമണം ഒന്ന് മാറി വരുമ്പോഴത്തേനും നമ്മൾ 1 ഗ്ലാസ് വെള്ളം ആഡ് ചെയ്യുന്നുണ്ട്. വെള്ളം ആഡ് ചെയ്തിട്ട് നമ്മൾ 4 മുട്ട നേരത്തെ പുഴുങ്ങി വെച്ചിരുന്നു. മുട്ടക്കറിയാണല്ലോ, അപ്പോൾ ഈ 4 മുട്ട ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ആഡ് ചെയ്തിട്ട് ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിൽ നമ്മൾ വെള്ളം ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ടല്ലോ, അപ്പം ഈ വെള്ളം ഒന്ന് ചെറിയ രീതിയിൽ, മൊത്തം വറ്റേണ്ട, നമുക്ക് കറി വേണമല്ലോ, ചെറിയ രീതിയിൽ വെള്ളം ഒന്ന് വറ്റി വരാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് കുറച്ച് നേരം ഇതിനെ ഒന്ന് അടച്ചിട്ടേക്കുക. വറ്റി വരുമ്പോഴത്തേനും ഇപ്പം നമ്മൾ അടച്ചത് തുറന്നു. ഇപ്പം നമ്മുടെ മുട്ടക്കറി ഓൾമോസ്റ്റ് എല്ലാം നല്ല പരുവമായിട്ടുണ്ട്. നമുക്ക് സെർവ് ചെയ്യാനുള്ള പരുവത്തിലായിട്ടുണ്ട്. ഇനി നമുക്ക് തീ അണച്ച് വയ്ക്കാവുന്നതാണ്. അതുപോലെ തന്നെ അവസാനം ലേശം ഉപ്പ് നമ്മളൊന്ന് നോക്കിക്കൊള്ളണം. ഉപ്പ് കുറഞ്ഞു പോയാലും ഈ കറിയുടെ ടേസ്റ്റ് ഇല്ലയെന്ന് നമുക്ക് തോന്നാം. അതുകൊണ്ട് ഉപ്പ് കറക്റ്റ് ആണോ നോക്കുക. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് സെർവ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്.